ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് എണീറ്റ് ഗേസ്. 6 മണിക്ക് എണീറ്റത് എന്തിനാന്ന് വെച്ചാൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുളിച്ചാലേ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. അപ്പോഴത്തേനും ഒരു 6 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. ഇന്ന് ഓണപ്പരിപാടിയാണ്, പ്രോഗ്രാമൊക്കെയാണ്. അല്ലാതെ ഇന്ന് ക്ലാസ് ഇല്ല. ഇന്നത്തോടെ വെക്കേഷൻ തുടങ്ങുവാണ് ഗേസ്. 10 ദിവസത്തിന് അവധിയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ്സ് ഇട്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി ഡ്രസ്സ് എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോൾ ഗീസ് ഞാൻ എന്താ പോയി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയില്ല കേട്ടോ, അപ്പോൾ ആക്കിയിട്ടില്ല. അപ്പോഴത്തേനും ഞാൻ കരുതി ഡ്രസ്സ് ഇട്ടിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതുപോലെ ഗീസ് ഞാൻ ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് കളർ ഡ്രസ്സ് ഇടുന്നത്. ആദ്യം എന്നുവെച്ചാൽ ഇവിടെ 8ഉം 9ഉം 10ഉം ആണുള്ളത്. അപ്പോഴത്തേനും 8ൽ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് അവർക്ക് യൂണിഫോം കിട്ടത്തില്ലല്ലോ. അപ്പോഴത്തേനും അവർക്ക് യൂണിഫോം കിട്ടുന്നത് വരെ കളർ ഡ്രസ്സ് ഇടാം. അപ്പം നമുക്ക് ഞാൻ 1-2 മാസം വരെ കളർ ഡ്രസ്സ് ഇട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പ്രോഗ്രാമോ അതുപോലെ എന്തെങ്കിലും ഓണപ്പരിപാടിയോ ക്രിസ്മസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ കലോത്സവമോ അങ്ങനെ എന്തെങ്കിലും ആനുവൽ ഡേ, ബർത്ത്ഡേ, സ്കൂൾ പുതിയതായിട്ട് തുറക്കും എന്നുവെച്ചാൽ പുതിയതായിട്ട് റീ ഓപ്പണിംഗ് ഇല്ലേ, അപ്പം പോലും നമുക്കിടാൻ പറ്റത്തില്ല കേട്ടോ. 8ലുള്ളവർക്ക് യൂണിഫോം കിട്ടുന്നത് വരെ ഇടാം. പിന്നെ 9ലും 10ലും പുതിയതായിട്ട് വരുന്നവർക്ക് സ്കൂൾ അടച്ച് തുറന്ന് വരുമ്പോൾ ഇടാൻ പറ്റത്തില്ല, റീ ഓപ്പണിംഗ് ആയിട്ട് വരത്തില്ല. അപ്പോഴത്തേനും ഇടാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ കളർ ഡ്രസ്സ് ഇല്ല. ആദ്യമായിട്ടാണ് നമുക്ക് കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടി കിട്ടുന്നത്. സന്തോഷം സന്തോഷം. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടി കിട്ടുന്നത്. ഇതുവരെ 8ൽ ആദ്യം ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. അവിടെ ആനുവൽ ഡേക്ക് ഒന്നിനും ഇടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് കേട്ടോ അത്. ഇപ്പം ആദ്യമായിട്ടാണ് നമുക്ക് കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടി കിട്ടുന്നത്. അതുപോലെ തന്നെ ഓണപ്പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ഗീസ് നമ്മൾ സാധാരണ നമ്മുടെ സ്കൂളിൽ എപ്പോഴും ഓണം കഴിഞ്ഞ വർഷമൊക്കെ സ്കൂൾ മൊത്തത്തിലായിരുന്നു കേട്ടോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ടീച്ചറിനോടൊപ്പം ഓണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഓരോ ക്ലാസ്സിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലുള്ളവരും ആ ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടി കറികളൊക്കെ കൊണ്ടുപോകണം. ചോറും പപ്പടവും പായസം അവിടെ ഉണ്ട്. ബാക്കി കറികൾ, സദ്യക്ക് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെയാണ് കേട്ടോ ഉണ്ട്. അപ്പോഴത്തേനും അവരെല്ലാവരും കൂടെ ചേർന്ന് കറികളൊക്കെ കൊണ്ടുപോകണം. അപ്പോഴത്തേനും ഇവിടെ എല്ലാവരും ഒന്നുമില്ല, കൊണ്ടുവരുന്നവർ കൊണ്ടുപോകണം. അപ്പം ഞാൻ തോരനാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം തോരൻ സെറ്റാക്കുവാണ് ഉമ്മച്ചി അവിടെ. അപ്പം അങ്ങനെ പലരും പല കറികളായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കറികൾ അങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഞാൻ ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടെല്ലാം തോരൻ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അങ്ങനെയാണ്. അപ്പം അതാണ് കേട്ടോ ഓണത്തിൻ്റെ കാര്യങ്ങളെല്ലാം, സ്കൂളിലത്തെ പരിപാടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല കേട്ടോ. ഉമ്മച്ചി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം സെറ്റാക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല, എനിക്ക് വിശക്കുകയും ചെയ്യും. നേരത്തെ എണീറ്റാനുള്ള പ്രശ്നം ഇതാണ് കേട്ടോ, ഭയങ്കര വിശപ്പാണ്. ദോശയും ചമ്മന്തിയാന്ന് തോന്നുന്നു. ഇന്നപ്പം അല്ല കേട്ടോ, പക്ഷേ എനിക്ക് അപ്പമായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഉമ്മച്ചി ആക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പോയി റെഡി ആയിട്ട് വന്നിട്ട് കഴിക്കാമല്ലേ, വേണ്ട കഴിച്ചിട്ട് പോയി റെഡി ആവാം. അപ്പം ഇനിയിപ്പം ഉമ്മച്ചി ദോശയാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള തോരൻ ഇവിടെ സെറ്റായിട്ടോ. പയർ തോരനാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, സെറ്റ് തോരനാണ് ഗീസ്. ലൈറ്റ് ഇപ്പോൾ ഓക്കെ ഗീസ്. ഇതാണ് കേട്ടോ തോരൻ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി ആയിട്ട് സ്കൂളിൽ പോകാം കേട്ടോ. അതുപോലെ ഞാൻ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. പെട്ടെന്ന് ഇപ്പം സമയം 8:30 9 മണിക്കാണെങ്കിൽ പോകേണ്ടത്. അപ്പം ഞാൻ പെട്ടെന്ന് കഴിച്ചതിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെഡിയായിട്ട് സ്കൂളിൽ പോകാം. അപ്പോൾ ഗീസ് ഞാൻ വന്നപ്പോഴത്തേനും ഇങ്ങനെ അത്തപ്പൂക്കെ സെറ്റ് ആക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ അത്തപ്പൂ കാണുന്നത് ഫുഡ് കഴിച്ച് സ്കൂളിൽ വിട്ടപ്പോഴായിരുന്നു കേട്ടോ. അപ്പോൾ ഗീസ് ഞാൻ പറയുന്നതെല്ലാം കേൾക്കാം. അവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. DJ ആണ് ഇവിടെ. അപ്പോൾ ഗീസ് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അവിടെ ഭയങ്കര പാട്ടും DJ ഒക്കെയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുക ചിലർ. ഞാൻ ഇവിടെ 2 കുഞ്ഞു പിള്ളേർ കളിക്കുന്ന അനുസരിക്കും. ഇവിടെ പ്രോഗ്രാമൊന്നും തുടങ്ങിയില്ല കേട്ടോ. ഇവിടെ ഹൗസ് വൈസായിട്ട് അത്തപ്പൂ ഇടുന്നതേ ഉള്ളൂ. അത് അങ്ങ് ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പം ഒരുപാട് പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല. ഭയങ്കര പാട്ടൊക്കെയാണ് കേട്ടോ. DJ ആണ്. ഞാൻ പറയുന്നത് കേൾക്കാവോ? അപ്പോഴത്തേക്കും നമ്മളിവിടെ അകത്ത് ക്ലാസ് ഇരിക്കുകയാണ് കേട്ടോ.
പോലെ ഒരു ടീം വൈസ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുക. ഒരു പാട്ടുണ്ട്, നല്ല ഡീജേ സോങ്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞപ്പൂര്. അപ്പോൾ ഗേസ് ലാസ്റ്റ് ഞാൻ കാത്തിരുന്ന് ആ ഒരു അവസരം വന്നു കേട്ടോ. അവിടെ ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. അപ്പം ആദ്യം പരിപ്പേറി 3 പേരാണ്ട് ഞാൻ തോന്നുന്നു കൊണ്ടുവന്നത്. പിന്നെ സാമ്പാറും. അപ്പം സാമ്പാറുണ്ട്, പിന്നെ അവിയലുണ്ടായിരുന്നു. അവിയലും 2 പേരാന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. അപ്പം ഇത് ആദ്യത്തെ അവിയൽ. അപ്പം വേറെയും ആരോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിയൽ. പിന്നെ കേസിൻ്റെ തോരൻ വേറെ ആരും കൊണ്ടുവന്നില്ലായിരുന്നു തോന്നുന്നു. ഞാൻ മാത്രമേ തോരൻ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അപ്പം തോരനുണ്ട്. അപ്പോൾ ഇനി കിച്ചടിയാണോ പച്ചടിയാണോ ബീട്രൂട്ടിൻ്റെ ഐറ്റം ആയിരുന്നു കേട്ടോ. കിച്ചടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നോ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാം. എല്ലാവരും വന്ന് തുറക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടൈറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ തുറന്നു. നമ്മളോടാണോ കളിയല്ലേ. അപ്പം അതും പറഞ്ഞില്ലായിരുന്നു. ആരോ 2 പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിയൽ. അപ്പം അതും അവിയലായിരുന്നു. പിന്നെ അച്ചാറായിട്ട് മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിപ്സും ശർക്കര വെട്ടി തന്നെയല്ലേ പറയില്ല അതിന്. അപ്പം ശർക്കര വെട്ടി ഉണ്ടായിരുന്നു. പിന്നെ പഴം ഉണ്ടായിരുന്നു പഴം. അപ്പം അതൊക്കെയായിരുന്നു ഫുഡിൻ്റെ ഐറ്റംസ്. പിന്നെ അവിടെ നല്ല ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ അന്താക്ഷരി കളിക്കുമായിരുന്നു. അവിടെ ഫുഡ് കഴിക്കാനുള്ള സമയമായില്ലായിരുന്നു കേട്ടോ. ഫുഡെല്ലാം അവൾ സെറ്റാക്കി വെച്ചിട്ട് വന്നിരുന്ന് കളിച്ച് ഇങ്ങനെ പാട്ടുപാടി കളിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള വെച്ച പാടത്ത് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് സമയമായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനുള്ള. അപ്പം നമ്മുടെ ഫുഡ് എത്തി. ഫസ്റ്റ് തന്നെ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ച പാടത്ത് തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. കാരണം അത് വെച്ചിരുന്നാൽ പിന്നെ കാണത്തില്ല അത്. അതുകൊണ്ട് ഞാൻ ചിപ്സൊക്കെ ആദ്യമേ എടുത്ത് കഴിച്ചു. പിന്നെ ചിപ്സും ശർക്കര വരട്ടിയും പരവും ഇഞ്ചിക്കറിന് ആദ്യം കാണിച്ചതിലില്ലായിരുന്നു തോന്നുന്നു. ഈ പപ്പടം നിങ്ങൾ ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ കണ്ടോ ഗീസ്, പിന്നെ കാണാൻ പറ്റത്തില്ല. ഇപ്പം വേണമെങ്കിൽ കണ്ടോ ഗീസ്, പിന്നെ കാണാൻ പറ്റത്തില്ല. കാരണം കണ്ടോ പൊടിഞ്ഞ് അപ്പരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പടം, പിന്നെ ഇഞ്ചിക്കറി, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, കിച്ചടി, അതിലേതോ ഒന്ന്. അപ്പം പിന്നെ നമ്മുടെ തോരൻ, അവിയൽ, ചോറ് വന്നു. ചോറ് എൻ്റെ ഭാഗത്തെത്തിയപ്പം തീർന്നു കേട്ടോ. തീർന്നു കേട്ടോ. അപ്പം പിന്നെ ഒഴിച്ച് പരിപ്പേറി വന്നിട്ടുണ്ടായിരുന്നു. സാമ്പാറും ഉണ്ടായിരുന്നു. സാമ്പാർ നമുക്ക് ലാസ്റ്റ് ആയിരുന്നു ഇവിടെ കിട്ടിയത്. പക്ഷേ എനിക്ക് സാമ്പാർ ചോറിൻ്റെ കൂടെ വലിയ താല്പര്യമില്ല. അപ്പം നമ്മുടെ ചോറും പരിപ്പേറിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കുറച്ച് അവിയലും കൂടി ഇട്ട് കുഴച്ച്, സദ്യ ആകുമ്പോൾ എല്ലാം കൂടി ഇളക്കി കഴിക്കണം, മൊത്തത്തിൽ ഇട്ട് അങ്ങോട്ട് ഇളക്കണം. അപ്പം ചോറും അവിയലും പരിപ്പൊക്കെ നല്ലപോലെ ഇളക്കിച്ച് തോരനും കൂടെ വെച്ച് കുഴച്ച് കണ്ടോ ഈ സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പരുവും കൈയൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചോറും പരിപ്പും എല്ലാം കൂടെ ഇളക്കി ഇച്ചിരി തോരനും കൂടെ വെച്ച് കുഴച്ച് ഇച്ചിരി നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഐറ്റം കേട്ടോ. കിച്ചടിയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും കൂടെ വെച്ച് കുഴച്ച്, പിന്നെ ഇഞ്ചിക്കറി ഞാൻ ഇപ്പം എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഇഞ്ചിക്കറി ചോറിൻ്റെ കൂടെ കൂട്ടാൻ വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇഞ്ചിക്കറി ഞാൻ അപ്പം എടുത്തായിരുന്നു, പിന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ വെച്ച് കുഴച്ച് ഇച്ചിരി പപ്പടവും കൂടെ വെച്ചിട്ട് ഒരു കഴിച്ച് സെറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രക്ഷയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരിപ്പുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതായിരുന്നു കേട്ടോ, സെറ്റ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഈ ചോറും പരിപ്പും അച്ചാറും പിന്നെ നമ്മുടെ പപ്പടോടെ കൂട്ടി കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പം ചോറും പരിപ്പും അല്ലെങ്കിൽ അച്ചാറും പപ്പടമൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചൊരു കഴിച്ച് സെറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രക്ഷയില്ലായിരുന്നു. അപ്പം ഇതായിരുന്നു കേസ് ഉച്ചക്കത്തെ ഫുഡ്. കഴിക്കുന്ന കണ്ടാലേ അറിയാമായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കൊള്ളായിരുന്നു കേസ്. ഉച്ചക്കത്തെ ഫുഡ് എന്തായാലും സെറ്റായിരുന്നു. ചുറ്റും നമ്മുടെ ക്ലാസ് ഫുള്ളായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സാമ്പാർ എത്തി കേട്ടോ. സാമ്പാർ കുറച്ച് താമസിച്ചായിരുന്നു വന്നത്. പക്ഷേ എനിക്ക് സാമ്പാർ ചോറിൻ്റെ കൂടെ വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു. ചോറും സാമ്പാറും പപ്പടവും അച്ചാറും കൂട്ടി കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഒരു പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ പായസം വന്നത്. അങ്ങനെയാണല്ലോ. അപ്പം സേമിയ പായസമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കേട്ടോ. പായസത്തിൽ എനിക്ക് ഏറ്റവും സേമിയ പായസമാണ് ഇഷ്ടം. കണ്ടോ ഈ സമ്മതിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് പഴവും കൈ എന്തൊക്കെയൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ചോറ് കഴിച്ചതിൽ തന്നെ പായസം കുടിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ആ ചോറ് കഴിച്ചതിൽ തന്നെ ഈ ഇലയിൽ തന്നെ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമല്ല. പക്ഷെ അവിടെ മറ്റ് ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേസ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു.
അപ്പോൾ ഗേസ് പിന്നെ ഇതൊക്കെയായിരുന്നു അത്തപ്പവും 4 അത്തപ്പവും ഉണ്ടായിരുന്നു. 4 ടീമായിട്ട് ഇട്ട അത്തപ്പമായിരുന്നു. ഞാൻ ഇത് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടായിരുന്നു ഇട്ട കണ്ടത്. അപ്പം മറ്റ് പ്രോഗ്രാമോ ഒന്നും ഇല്ലായിരുന്നു ഗേസ്, ഈ അത്തപ്പ് മാത്രമേ ഉള്ളായിരുന്നു. വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. വേറെ ഒന്നും ഇല്ലായിരുന്നു, അത്തപ്പവും ഫുഡും ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു 1:30 വിട്ടത്. അപ്പോൾ 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം നല്ല കൊട്ട വെയിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ബസ്സിലായിരുന്നു വന്നത്, ഇനിയിപ്പം വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് വീട്ടിൽ എത്തിയിട്ട് കാണാം കേട്ടോ.